അപ്പോൾ ഇന്നത്തെ യാത്ര എനിക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. ഷോപ്പിങ്ങിന് നമ്മൾ മെയിനായിട്ട് എടുക്കാൻ പോവുക നിയർ ആയിട്ടുള്ളത് കൊണ്ടോട്ടി ടൗൺ തന്നെ. അപ്പോൾ കൊണ്ടോട്ടിയിലാണ് കേട്ടോ ഫസ്റ്റ് തന്നെ ഞാൻ വിസിറ്റ് ചെയ്യുന്നത് എവിടെ വെച്ചാൽ അർലോക്ക് ഇപ്പോൾ കുറച്ച് പേർക്ക് അറിയായിരിക്കും. നമ്മുടെ യൂട്യൂബർ ആയിട്ടുള്ള ആദിൽ മാസ്റ്റർ പീസിന്റെ ഒരു ഷോപ്പാണ് കേട്ടോ ഇത്. കൊണ്ടോട്ടി ബേസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ ക്യൂട്ടായിട്ട് അതേമാതിരി പിൻട്രസ്റ്റ് വൈബായിട്ട് നമ്മളെ മക്കൾസിനൊക്കെ വാങ്ങിക്കൊടുക്കാൻ പറ്റിയൊരു ലൊക്കേഷൻ തന്നെയാണ്. നിങ്ങൾ വേറെ എവിടേക്കും പോകണ്ട, ഇവിടേക്ക് വന്നോളൂ. ഇതിപ്പോൾ പ്രൊമോഷനും കാര്യങ്ങളായിട്ടല്ല കേട്ടോ, എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയതേ ഞാൻ പറയാന്നുള്ളൂ. നമ്മുടെ കൊണ്ടോട്ടി ഏരിയയിൽ ഇങ്ങനത്തെ ഐറ്റംസ് കിട്ടുന്ന ഷോപ്സ് ചുരുക്കാണ്, ഇല്ലാന്ന് തന്നെ പറയാം. നമ്മളിത് ബഡ്ജറ്റ് അല്ലെങ്കിൽ നമ്മുടെ കലങ്കർ ആർട്ട് ഷോപ്പ് അവിടെ നിന്നാ കിട്ടുള്ളൂ. പക്ഷെ ഇതേപോലത്തെ ക്യൂട്ടായിട്ടുള്ള ടോയ്സും കാര്യങ്ങൾക്കൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് നടക്കാറുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ബെസ്റ്റ് ചോയ്സ് ഇവിടെ തന്നെയാണ്. മക്കൾസിനെ ഗിഫ്റ്റ് എടുക്കാൻ പറ്റിയ പക്ഷെ അഫോർഡബിൾ ആയിട്ടുള്ള ഐറ്റംസും നല്ല പ്രീമിയം ലുക്കിലുള്ളതും മാത്രമല്ല അത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് വരെ ഇവരവിടെ ഷോപ്പിൽ ഇറക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ അതിന് നിയർ ആയിട്ട് വോമാർട്ട് വന്നിട്ടുണ്ട്. എജുമാർട്ടിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഷോപ്പാണ് തോന്നുന്നു. അവിടെ ഇതുപോലെ ഒരുവിധം എല്ലാ കളക്ഷൻസും ഉണ്ട് കേട്ടോ. ബുക്സ്, ടോയ്സ്, അതുപോലെ ഒരുവിധം എല്ലാ കളക്ഷനും തോന്നി. ഫസ്റ്റ് ടൈമാണ് ഞാൻ അവിടേക്ക് വിസിറ്റ് ചെയ്യുന്നത്. ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഓപ്പൺ ആകുമ്പോൾ ഒന്ന് പോയി നോക്കണം എന്നുണ്ടായിരുന്നു. അപ്പം ഒരുവിധം ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും എനിക്ക് അവിടെ കാണാൻ പറ്റിയിട്ടുണ്ട്. അവിടെ സ്ഥിരം കലങ്കറിൽ പോയിട്ടുണ്ട്. ഞാൻ മെയിനായിട്ട് പോയത് ഒരു ഹോട്ട് ബാഗിനായിരുന്നു. പക്ഷെ അതൊന്നും അവിടെ കിട്ടിയില്ല. എല്ലായിടത്തും ഞാൻ പോയി അന്വേഷിച്ചുകൊണ്ട് ഒരൊക്കെ കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് പർച്ചേസ് ചെയ്ത് ഒരു ഹാമ്പറിലേക്ക് വാച്ചും ബെൽറ്റൊക്കെ വാങ്ങാണെങ്കിൽ അപ്പോൾ അതൊക്കെ പർച്ചേസ് ചെയ്ത് നേരെ ഞാൻ വേറൊരു ഷോപ്പിൽ പോയപ്പോൾ ആണ് ആ ഒരു സത്യം ഞാൻ മനസ്സിലാക്കിയത്. നമ്മുടെ ഹോട്ട് വീൽസിന് ഡ്യൂപ്പ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ഒക്കെ ആയിട്ട് കാണാം ഇൻഷാ അല്ലാഹ്.